قال رسول الله صلى الله عليه وسلم عليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ. اللهم ما قضيت لنا، اللهم ما قدرت لنا وقضيت لنا من خير وشرعنا فيه بتوفيقك وتيسيرك فضمنه لنا بأكمل الوجوه وأصوبها فإنك على كل شيء قدير وبالإجابة جدير. يا صاحب الوقت جبهتي تحت نعالكم أعوذ بكم نيابة عنكم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ രണ്ട് സമ്മേളനമാണ്. ഒന്ന് താജുൽ ഉലമയുടെ അനുസ്മരണം. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅന ബിഹി ഫിദാറൈൻ മഹാനവറുകളുടെ അനുസ്മരണം. രണ്ടാമത്തത് ആദർശ സമ്മേളനം. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. കാരണം ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ഇവിടെ പഠിപ്പിച്ച് പ്രാവർത്തികമാക്കി നീണ്ട 65 കൊല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃകാ പുരുഷനാണ് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളവർകൾ. ആർക്കും അതിൽ സംശയം ഇല്ല. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ നന്മകൾ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഹദീസ് ഇപ്പോൾ മഹാനായ സയ്യിദ് സബാഹുദ്ദീൻ റിഫാഇ തവറല്ലാഹു ഉംറഹു മഅ അസ്സഹ വൽ ആഫിയ മഹാനവറുകൾ ഇവിടെ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചു. നിങ്ങൾ മരണപ്പെട്ടവരുടെ നന്മകൾ പറയുക എന്നും ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് പറയുമ്പോൾ നന്മകളല്ലാതെ ഒരൊറ്റ കാര്യം പോലും നമുക്ക് പറയാനില്ല. അവിടുത്തെ ജീവിതം മുഴുവനും നന്മകളായിരുന്നു. നീണ്ട 65 കൊല്ലം ദർസ് നടത്തി ഉലമാക്കളെ വാർത്തെടുത്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉള്ളാളത്ത് പോയപ്പോൾ അവിടുത്തെ തടിച്ചുകൂടിയ ജനങ്ങളോട് ഞാൻ ചോദിച്ചു, താജുൽ ഉലമ വന്ന കാലത്തുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഓർമ്മയുള്ളവർ വളരെ ചുരുങ്ങിയ വ്യക്തികൾ മാത്രം. അന്ന് ഇവിടെ കെട്ടിടങ്ങളുണ്ടായിരുന്നില്ല, അന്ന് പള്ളികളുണ്ടായിരുന്നില്ല, മദ്രസകളുണ്ടായിരുന്നില്ല. അതെല്ലാം ഉള്ളാളത്തും പരിസരത്തും കർണാടക സ്റ്റേറ്റിൽ വലിയ ഭാഗത്തും കേരളത്തിലും ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പ്രസംഗം കൊണ്ടും അവിടുത്തെ ദുആ കൊണ്ടും അവിടുത്തെ സാന്നിധ്യം കൊണ്ടും
ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്, എല്ലാവരും സമ്മതിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ ഓർക്കുകയും അവിടുത്തെ ജീവിതം നമ്മിൽ പകർത്തുകയും ചെയ്യണമെന്നത് അനിവാര്യമാണ്. ആ താജുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശം അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ആ ആദർശ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഗീബത്ത് പറയുന്ന സമ്മേളനമല്ല, ഇവിടെ അസൂയന്റെ സമ്മേളനമല്ല. അസൂയക്കാർക്ക് പഴയ കാലം മുതലുള്ള രോഗമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി തങ്ങൾ അദ്ദേഹത്തിന്റെ ലവാത്തുൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന ഗ്രന്ഥത്തിന്റെ 32-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഇത് സമസ്ത ഉണ്ടാക്കിയതല്ല, സമസ്തന്റെ പണ്ഡിതന്മാരാരും എഴുതിയതല്ല, സമസ്ത മാതൃകയായി സ്വീകരിക്കുന്ന പണ്ഡിതന്മാരെഴുതി. വളരെ സുദീർഘമായി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടുന്ന് പറയുന്നു, ഇയ്യാക്കും വൽ ഗീബത്ത വത്തകല്ലുമ ബിൽ കലാമിൽ ഫാഹിശി. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഗീബത്ത് പറയരുത്, നിങ്ങൾ ചീത്തയായ വാക്ക് നിങ്ങളെ നാവ് കൊണ്ട് പറയാനേ പാടില്ല. അങ്ങനെ ഗീബത്തും നമീമത്തും ഫസാദും പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് കാര്യമല്ല. അന്ന് നാവ് കൊണ്ട് ഖുർആൻ ഓതിയിട്ട് കാര്യമല്ല, ആ നാവ് കൊണ്ട് നിങ്ങൾ ദിക്ർ ചൊല്ലിയിട്ട് കാര്യമില്ല. അവിടുന്ന് പറയുന്നു, സുമ്മ തത്ലൂനൽ ഖുർആന, പിന്നെ നിങ്ങൾ ഖുർആൻ ഓതുക. ഗീബത്തും നമീമത്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് ഖുർആൻ ഓതുന്നു. ഫഇന്ന ഹുക്മ ദാലിക, ഇതിന്റെ വിധി കേൾക്കണോ, അത് ഹുക്മു മൻ മസ്സ ബി അൽഫാദിൽ ഖുർആനിൽ ഖദിറ, പരിശുദ്ധ ഖുർആനിന്റെ അൽഫാദുകളോട് നീചവും നികൃഷ്ടവുമായ നജസ്സുകൾ പുരട്ടിയവന്റെ വിധിയാണ്. വലാ ശക്ക ഫീ കുഫ്രിഹി, അവൻ കാഫിറായി പോകുമെന്നതിൽ സംശയം ഇല്ല. പരിശുദ്ധ ഖുർആൻ വല്ല ഖദിറായ നീചമായ വസ്തുവിനോട് ചേർത്തിയാൽ അവന്റെ കുഫ്രിയത്തിൽ സംശയം ഇല്ല. അതുപോലെയുള്ള ഒരു പണിയാണ് നിങ്ങൾ ഗീബത്തും നമീമത്തും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ ഓതാറുള്ളത്. ഇമാം ഷഅറാനി പറയുന്നു, എന്നിട്ട് പറയുന്നു, വഹാദാ അംറുൻ ഖദ് അമ്മ ഗാലിബ ഖുർആനിൽ ഖുർആനി, അധികം ഖുർആനോത്തുകാരും അധികം പണ്ഡിതന്മാരും ചില ആളുകൾക്കൊക്കെ പിടിച്ച ഒരു രോഗമാണിത്. ഫലാ യകാദു യസ്ലമു മിൻഹു ഇല്ലൽ ഖലീൽ, അതിൽ നിന്ന് കുറച്ച് ആളുകൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഹത്താ ഖാലൽ ഫുളൈൽ ഇബ്നു ഇയാദ് വസുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടാളും പറഞ്ഞു, എന്ത്, ഖദ് സാറൽ ഖുർറാഉ യതഫക്കഹൂന ഫീ ഹാദൽ സമാനി ബിൽ ഗീബത്തി വതൻഖീസി ബഅദിഹിം ബഅദാ. ചില പണ്ഡിതന്മാർ അവർക്ക് പഴം തിന്നുന്നത് പോലെ, പഴം ഭക്ഷിക്കുന്നത് പോലെ ഗീബത്തും നമീമത്തും പറയുകയും മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവായിരിക്കുന്നു. എന്താണതിന് കാരണം? ഖൗഫൻ അൻ യഅലൂ ശഅന അഖ്റാനിഹിം, അൻ യഅലൂ ശഅനു അഖ്റാനിഹിം അലൈഹിം, അവരുടെ കാലക്കാർ അവരെക്കാൾ മേലെയായി പോകുമോ എന്ന പേടി കൊണ്ടും, വയസ്തഹിറൂന ബിൽ ഇൽമി വസ്സുഹുദി വൽ വറഇ ദൂനഹും, ഇവരെ കൂടാതെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ആലിമീങ്ങളായി അറിയപ്പെടുകയും സാഹിദീങ്ങളായി അറിയപ്പെടുകയും ജനങ്ങളുടെ സ്വീകാര്യതയുള്ളവരായി അറിയപ്പെടുകയും ചെയ്യുന്നതിനെ ഇവർ ഭയപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ചീത്ത പറയാൻ തുടങ്ങുന്നത്. ഈ ഗീബത്തും നമീമത്തും ഫസാദും പറയുന്നതിനെ അവർ ആക്കുന്നു കൽ ഇദാമി ഫിത്താമി, ഭക്ഷണത്തിലുള്ള കൂട്ടാൻ പോലെ.
ഭക്ഷണത്തിന് കൂട്ടാനില്ല കൂട്ടുന്നത് പോലെ ഗീബത്തും നമീമത്തും പറയുന്നത് അവർക്കൊരു രസമാണ്. എന്നിട്ടോ അദ്ദേഹം പറയും ഒരു ചങ്ങാതി എല്ലാ ദിവസവും അവൻ ഖുർആൻ ധാരാളമായി ഓതും. വമാദാലിക അതോടുകൂടെ ലായക്കാത് യദ്കുറു അഹദൻ മിനൽ മുസ്ലിമീന ബിഖൈരിൻ ഒരൊറ്റ മുസ്ലിമിനെ കൊണ്ട് ഗുണം പറയൂല. എല്ലാ മുസ്ലിമീങ്ങളും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടെടുക്കും. ഖുർആൻ ധാരാളം ഓതും. അപ്പോ ഫനഹൈതുഹു അൻ ദാലിക ഞാൻ അവരോട് പറഞ്ഞു, എടോ നീ ആളുകളെ കുറ്റം പറയല്ല, ചീത്ത പറയല്ല. നീ ഖുർആൻ ഓതിയിട്ട് ഫലം ഉണ്ടാവൂല. ഖുർആൻ ഓതിയിട്ട് പിന്നെ ചീത്ത പറഞ്ഞാൽ അത് നജസിനോട് ഖുർആനെ ചേർക്കുന്നത് പോലെ ആയിപ്പോകും എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്താ പിന്നെ ചെയ്തത്? പിന്നെ അയാൾ എന്നെ ഗീബത്ത് പറയാനാണ് തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ ഗീബത്ത് പറയാനാണ് അയാൾ തുടങ്ങിയത് എന്നല്ലാതെ അയാൾ നിർത്തുന്നില്ല. അപ്പൊ കാലക്കാര് സുഹൃത്തായി പോകും, അങ്ങനെ ആയിപ്പോകും, ഇങ്ങനെ ആയിപ്പോകുന്നുള്ള പേടി കൊണ്ട് ഗീബത്തും നമീമത്തും പറയാം. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് വരും, നമുക്ക് ഒന്നായി പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ വലിയ സുഹൃത്തുണ്ടാക്കി തരാം. നിങ്ങൾ കാബം കേട് വരുത്തിയവന്റെ സുഹൃത്ത് പോലത്തെ സുഹൃത്ത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് നല്ല സുഹൃത്തുണ്ടായിക്കോട്ടെ. ഓ, വലിയ ഓർഡർ പാസ്സാക്കുക, ഒരു സ്ഥലത്തും കടത്താൻ പാടില്ല. ആരെയാണ് ഇത് വിധിക്കാനുള്ള അധികാരം നിനക്ക് എവിടുന്ന് കിട്ടി? എവിടുന്നായി ഈ അധികാരം കിട്ടിയത്? ഒരു ബാഗിലും കടത്താൻ പാടില്ല, അവിടെ കൊടുക്കാൻ പാടില്ല, ഇവിടെ കൊടുക്കാൻ പാടില്ല. ഈ പറയുമ്പോഴേക്ക് ലോകം കുലുങ്ങുന്ന ധാരണ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊന്നും അല്ല ദീന്. അല്ലാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ വിനയം. മൻ തവാളഅ റഫഅഹു അല്ലാഹ്. വിനയം കാണിച്ചാൽ അല്ലാഹു തആല അവരെ ഉയർത്തും. വമൻ തകബ്ബറ വളഅഹു അല്ലാഹ്. കിബിറടിച്ചാലോ അല്ലാഹു അവനെ താഴ്ത്തിക്കളയും. അതാണ് നമ്മൾ മനസ്സിലാക്കണം. വളരെ വിനയം. ഞാൻ ചോദിക്കുന്നു, എന്താണ് ഇതുകൊണ്ട് ഇവിടെ പ്രയോജനം? ഫാസിസത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ, ഭീകരതക്കെതിരെ ഒന്നിക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ, ഫാസിസത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ, ഭീകരതക്കെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ഭിന്നിപ്പ് പറഞ്ഞു നടന്നിട്ട് എന്താണ് ഇവിടെ കിട്ടുന്നത്? ആർക്കാണ് അതുകൊണ്ട് നേട്ടമുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു കൂട്ടർക്കും നേട്ടമില്ല. മുസ്ലിം സമുദായത്തിൽ നേട്ടമില്ല, ഹൈന്ദവർക്ക് നേട്ടമില്ല. വീമ്പളയ്ക്കൊണ്ട് എന്താ നേട്ടം? ഇപ്പൊ ഇവിടെ തൊഗാഡിയ വന്നിട്ട് പ്രസംഗിച്ചു, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രസംഗിച്ചു. യഥാർത്ഥത്തിൽ അയാളെ കൊണ്ടുവന്നവർ തന്നെ ബേജാറായി. അയാളെ കൊണ്ടുവന്നവർ തന്നെ വളരെ ദുഃഖത്തിലായി. കാരണം ഇവിടുത്തെ ഹിന്ദുക്കൾ നല്ല ബുദ്ധിയുള്ളവരാണ്, ഇവിടുത്തെ മുസ്ലിമീങ്ങളും ബുദ്ധിയുള്ളവരാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികളും ബുദ്ധിയുള്ളവരാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവരും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ ഐക്യത്തിലും മമതയിലും മതമൈത്രിയിലും ജീവിക്കുന്നവരാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞാൽ ടിക്കറ്റിന്റെ പൈസ കൊടുക്കാണ്ടോ അവരെടുത്ത്? അതുണ്ടാവില്ല. അപ്പൊ ഇത് പറയുമ്പോ ഇവിടുത്തെ മുസ്ലിം ഹിന്ദു ഭിന്നിക്കാനുള്ള കാരണമായി തീരും എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ കൊണ്ട് വന്ന് പറയിച്ച പ്രസംഗിപ്പിച്ചവർ തന്നെ ബേജാറിലായിപ്പോയി. അപ്പൊ ആ മാതിരിയുള്ള പ്രസംഗം ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നാം എപ്പോഴും പ്രസംഗിക്കേണ്ടത് ഐക്യത്തിന് വേണ്ടിയുള്ള പ്രസംഗം, യോജിപ്പിന് വേണ്ടിയുള്ള പ്രസംഗം, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രസംഗം. അതേ സമയത്ത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
മഹത്വം മനസ്സിലാക്കി ജീവിക്കാനുള്ള പ്രസംഗം അത് പഠിപ്പിക്കണം. ഞാൻ ഒന്നുകൂടി പേരോട് പറഞ്ഞത് ആവർത്തിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെറ്റുപറ്റി, അബദ്ധം പറ്റി എന്ന് പരസ്യമായി എഴുതിയ പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെ അല്ലേ ഇവിടെ മുസ്ലിം സമുദായം ആശയം കൊണ്ട് എതിർക്കേണ്ടത്? അല്ലേ? ആശയത്തെ ആശയം കൊണ്ട് എതിർക്കണം, അല്ലാതെ അഹങ്കാരം കൊണ്ട് എതിർക്കലല്ല, ഗീബത്തും നമീമത്തും കൊണ്ട് എതിർക്കലല്ല, പരദൂഷണം പറഞ്ഞിട്ട് എതിർക്കലല്ല. ബഹുമാനപ്പെട്ട എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നൂറുൽ ഉലമ തവല്ലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എം.എ. ഉസ്താദ് എന്താണ് ഇവിടെ ചെയ്ത തെറ്റ്? ജാമിഅ സഅദിയ ഉണ്ടാക്കി 10,000 പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും മതഭൗതിക സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളെയും വളർത്തിയെടുത്തു. ഇതാണോ തെറ്റ്? ഇതെവിടെയാ തെറ്റാകുന്നത്? നിരവധി പാവപ്പെട്ട വ്യക്തികൾക്ക് സഹായം ചെയ്തു കൊടുത്തു. ഇതാണോ തെറ്റ്? നിങ്ങൾ തെറ്റെന്ത് കാണിക്കാൻ വരൂ. നിങ്ങൾ എന്താണ് തെറ്റ്? അതൊന്ന് ചൂണ്ടിക്കാണിക്കുക ആദ്യം. അത് ഇങ്ങോട്ട് വാ. അങ്ങ് അവിടെ ഇവിടെ എന്ന് ഇങ്ങോട്ട് പറയല്ല, നേരെ മുമ്പിലേക്ക് വാ. വന്നിട്ട് തെറ്റ് പറയും. എം.എ. ഉസ്താദിനെ ചീത്ത പറയാനുള്ള കാരണം, എം.എ. ഉസ്താദ് എന്ത് തെറ്റാ ചെയ്ത്? താജുൽ ഉലമ വഫാത്തായി പോയതിന്റെ ശേഷം പോലും അദ്ദേഹത്തെ വിടാതെ ചീത്ത പറയുന്ന, തെറി പറയുന്ന മനുഷ്യ, നീ ഒന്ന് ആലോചിക്കൂ. എന്താണ് താജുൽ ഉലമ അവിടെ ചെയ്ത തെറ്റ്? അത് പറയണോ? തെറ്റ് പറയാതെ താജുൽ ഉലമയെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ എന്താ തെറ്റ് ചെയ്തത്? ജാമിഅ സഅദിയയിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. എത്ര മനോഹരമായ കെട്ടിടങ്ങൾ, എത്ര വിദ്യാർത്ഥികൾ, എത്ര പണ്ഡിതന്മാർ, വലിയ മനോഹരമായ ഒരു കാഴ്ച കാണുന്ന ഈ മഹത്തായ സ്ഥാപനമുണ്ടാക്കിയ മഹൽ വ്യക്തിയെ എന്തൊരു ചീത്ത പറയണം? മർക്കസു തഖാഫത്ത് സുന്നിയ ഇന്ന് നിങ്ങൾ വന്നു നോക്ക്. 22,000 കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് നിർത്തിയിട്ട് എണ്ണിത്തരാം. നിങ്ങൾക്ക് സാധിക്കുമോ ഇതുപോലുള്ള ഒരു സ്ഥാപനം കാണിച്ചു തരാൻ? ആ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നതാണോ തെറ്റ്? അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണോ തെറ്റ്? പിന്നെ ഈ കൊതുകിന് ചോര കുടിക്കൽ വലിയ സന്തോഷമാണ്. അതുപോലെ ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ ഒരു പത്രം എഴുതിയിരിക്കുന്നു, ഗുജറാത്തിലെ സമ്മേളനം. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് നന്ദി പറയുന്നു ഗുജറാത്തിലെ സമ്മേളനം ഒന്നായിട്ട് പരസ്യപ്പെടുത്തിയതിന്. അത് ബിജെപിക്ക് വേണ്ടി ഉണ്ടാക്കിയ സമ്മേളനമാണ് ജമാഅത്തെ ഇസ്ലാമി എഴുതുന്നത്. സംഘടിപ്പിക്കുന്നതാരാണ്? അവിടുത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, രാഷ്ട്രീയമുള്ളവരുണ്ട്. എല്ലാ വിഭാഗം ആളുകളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു വലിയ സമ്മേളനമാണ്. 5 ലക്ഷം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അഹമ്മദാബാദിൽ നടക്കുന്ന ഒരു വലിയ സമ്മേളനമാണ്. ഇതിന്റെ മുമ്പ് അത്ര തന്നെ ആളുകളെ ഒരുമിച്ച് കൂട്ടി ആസാമിൽ വലിയ സമ്മേളനം സംഘടിപ്പിച്ചു. ഞാനവിടെ പോയി പ്രസംഗിച്ചു. അവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തും സുന്നത്ത് ജമാഅത്തിന്റെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് മദ്രസകൾ ഇന്ന് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ
എന്ന പേരിൽ ഞങ്ങൾ സ്ഥാപിച്ച സുന്നി വിദ്യാഭ്യാസ ബോർഡ് ബഹുമാനപ്പെട്ട MA ഉസ്താദാണ് അതിന്റെ പ്രസിഡന്റ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും അറിഞ്ഞോ? അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റും സമസ്തയുടെ പ്രസിഡന്റായി ഇപ്പോൾ എടുക്കപ്പെട്ട MA ഉസ്താദ് തന്നെയാണ്. ഞാനതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. UP-യിലും ബീഹാറിലും അതുപോലെ ഒറീസയിലും ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ള പണ്ഡിതന്മാർ അതിന്റെ മെമ്പർമാരാണ്. ആ മെമ്പർമാരായുള്ള 7 ഭാഷയിൽ ഇന്ന് പാഠപുസ്തകമുണ്ട്. ആ പാഠപുസ്തകമുള്ള വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ തവളന്റെ മാതിരി കിണറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന തവളന്റെ മാതിരി അല്ല. നമ്മളത് ഇന്ത്യയിൽ ഒട്ടാകെ അത് വ്യാപിച്ചു കിടക്കുന്ന പ്രവർത്തനമാണ്. അവിടെയെല്ലാം ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ഉണ്ടാക്കി കൊടുത്തു. 2000-ലധികം പള്ളികൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. കിബിറ് പറയല്ല, അല്ലാഹു ചെയ്ത നിഅമത്ത് പറയുകയാണ്. ബംഗാളിൽ മാത്രം 260 മദ്രസകൾ ഉണ്ടാക്കി കൊടുത്തു. 250 കിണറുകൾ കുഴിച്ചു കൊടുത്തു. ആസാമിലിതാ ഇപ്പോൾ 1000 വീട് SYS-ന്റെ കീഴിൽ നിർമ്മിക്കുകയാണ്. ഇപ്പൊ സ്വാതന്ത്ര്യം ഇവിടെ 1ാമത്തെ ഗഡു എന്ന് പറഞ്ഞു. ഈ സ്വാതന്ത്ര്യം ഇതിനാണ്. അങ്ങനെയുള്ള നല്ല പ്രായോഗികമായ പ്രവർത്തനം അത് ചെയ്യുക, കാഴ്ചവെക്കുക. അതാണ് നമ്മളിവിടെ വേണ്ടത്. ഗീബത്തും നമീമത്തും ഫസാദും പറയുന്നവർ അവരെ വഴിക്ക് പോകട്ടെ. അവരെ പിന്നാലെ നമ്മൾ കൂടണ്ട. അവർക്ക് അതൊരു തൊഴിലാണ്. അത്രേ എനിക്ക് പറയാറുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഏതാനും വരികൾ നേരത്തെ നിങ്ങൾ കേട്ടു. മറ്റൊരു വരി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹിൻ വഅക്റഹു അൻ അകൂന ലഹു മുജീബാ. ഷാഫി ഇമാം പറയുന്നു, സഫീഹ് വിഡ്ഢിയായ മനുഷ്യൻ, വിവരമില്ലാത്ത മനുഷ്യൻ എന്നെ ചീത്ത പറയുന്നു. ബികുല്ലി ഖുബ്ഹിൻ എല്ലാ ചീത്തയും എന്നെ പറ്റി പറയുന്നു. പക്ഷേ വഅക്റഹു അൻ അകൂന ലഹു മുജീബാ, അവനും മറുപടി പറയുന്നതിന് ഞാൻ വെറുക്കുന്നു. ഞാൻ അവന് മറുപടി പറയുന്നില്ല. യസീദു സഫാഹതൻ വഅസീദു ഹിൽമൻ കഊദിൻ സാദഹുൽ ഇഹ്റാഖു തിബാ. ഊദ് എന്ന് പറയുന്ന സാധനല്ലേ മണപ്പിക്കുന്നത്. അതിങ്ങനെ തീയിലിട്ട് കത്തിക്കുന്നോറും അതിന്റെ മണം കൂടി വരികയാണ്. അതുപോലെ ഈ വിഡ്ഢികളായ മനുഷ്യർ എന്നെ ആക്ഷേപിക്കുകയും എന്നെ തെറി പറയുകയും എന്നെ ചീത്ത പറയുകയും ചെയ്യുന്നതനുസരിച്ച് ഞാൻ ഹൈമുള്ളവനായി, ക്ഷമയുള്ളവനായി, സഹിഷ്ണുതയുള്ളവനായി എനിക്ക് മഹത്വം ഏറുകയാണ്. അവനാവട്ടെ കരിഞ്ഞു കരിഞ്ഞു പോവുകയാണ് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോട്, ബഹുജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നാം എപ്പോഴും ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ചു നിൽക്കണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശഅറ് മുബാറക്, അതാണ് ഇവർക്ക് സഹിച്ചുകൂടാത്തത്. സഹിക്കാൻ കഴിയൂലല്ലോ. റസൂലുള്ളാഹിനെ തന്നെ അബദ്ധം പറ്റിയ ആളാണെന്ന് പറയുന്നവർക്ക് എങ്ങനെ സഹിക്കാൻ കഴിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ അബദ്ധം പറ്റിയെന്നും നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണെന്നും പറയുന്നവർക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മളോ അങ്ങനെ വിശ്വസിക്കുന്നവരല്ല. നേരത്തെ പറഞ്ഞല്ലോ, വന്നജ്മി എന്ന് പറഞ്ഞതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് അർത്ഥമുണ്ട്. വേറെ ഒരു സൂറത്ത് വല്ലുഹാ വല്ലൈലി ഇദാ സജാ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അതാ വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന് തഫ്സീർ ആ സൂറത്തിന്റെ തഫ്സീറിൽ പറയുന്നു. പല തഫ്സീറുകളുമുള്ള കൂട്ടത്തിൽ ഒരു തഫ്സീർ വല്ലുഹാ,
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശോഭിതമായ മുഖം, വളരെ ലംഘുന്ന മുഖം, കശംസി തൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുഖില്ലു തർഫ മിൻ അമമി. സൂര്യനെ പോലെ കത്തിലെങ്കുന്ന ആ മുഖം, വല്ലൈലി ഇദാ സജാ, അവിടുത്തെ തലയിലുള്ള കറുത്ത മുടി, ആ മുടി കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. മറ്റൊരായത്തിൽ ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅ്മഹൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ അല്ലാഹു സത്യം ചെയ്യുന്നു. അവിടുത്തെ ശരീരം കൊണ്ട് സത്യം ചെയ്യുന്നു. അങ്ങനെ ശരീരം കൊണ്ടും അവിടുത്തെ തലമുടി കൊണ്ടും അവിടുത്തെ മുഖം കൊണ്ടും എല്ലാം സത്യം ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ തലയിലുള്ള രോമത്തിന് മഹത്വമുണ്ടെന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി പറഞ്ഞ ഒരു വാക്ക് മാത്രം എടുത്തുകൊണ്ട് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇമാം റാസി പ്രത്യേകമായി എടുത്തു പറഞ്ഞു, ഒരു മനുഷ്യൻ ഏറ്റവും വലിയ നിർബന്ധമായ നിസ്കാരം, 5 നേരത്തെ നിസ്കാരം, അത് ഒഴിച്ചാൽ വലിയ കുറ്റക്കാരനാണ്. പക്ഷേ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കിൽ ഒരു എണ്ണത്തെ നിസാരപ്പെടുത്തിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകും കേട്ടോ. അത് പരമ്പരാഗതമായി സജ്ജനങ്ങളാൽ സൂക്ഷിച്ചു വന്ന് നിനക്ക് കിട്ടിയാൽ മതി, നിനക്കതിന്റെ മറ്റു തെളിവുകളൊന്നും വേണ്ട എന്ന് ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം മഹാന്മാരായ നല്ല സ്വാലിഹീങ്ങളായ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ ഷെയറ്, അതല്ലെങ്കിൽ പാനപാത്രം, സുബ്ഹാനല്ലാഹ്, ഇപ്പോ അല്ലാതെ വേദനയായി പോയി. അള്ളാഹുവിന്റെ ഹബീബ് വെള്ളം കുടിച്ച പാത്രം അതും കൂടി കാണിച്ചു കൊടുത്തപ്പോഴേക്ക് ഇവർക്ക് രോഗം മൂക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ തലേക്കെട്ടും അവിടുത്തെ കുപ്പായവും അതെല്ലാം സക്കീനത്താണ്, അത് വിജയത്തിന്റെ അടയാളമാണ്. ആ സാധനങ്ങൾ, ആ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച പെട്ടി നിങ്ങൾക്ക് വരും, അത് നിങ്ങളുടെ സത്യത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം അല്ലാഹുവിനല്ലാതെ ആരാധിക്കുന്നില്ല, അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യുന്നില്ല, നമ്മൾ ഒരു സാധനത്തെയും ആരാധിക്കുകയില്ല. പക്ഷേ അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുകയും അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച സാധനത്തെ ബഹുമാനിക്കുകയും അല്ലാഹു നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന, അതാണ് നമ്മുടെ അഖീദ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മഹാന്മാരായ സ്വാലിഹീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും പരമ്പരാഗതമായി ഇവിടെ പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അത് മുറുകെ പിടിക്കുക, അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. നിങ്ങൾക്കൊരു പക്ഷേ ബുദ്ധിമുട്ടുകൾ വരും, ഒരു പക്ഷേ വിഷമങ്ങൾ വരും. അത് വരുന്ന സമയത്ത് തീർച്ചയായും നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്.
ഏതെങ്കിലും ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നോക്ക് നിങ്ങൾ താജുൽ ഉലമന്റെ പവർ. സുബ്ഹാനല്ലാഹ്, എത്ര കോടി തഹ്ലീലുകളാണ് ഇപ്പൊ അവിടത്തേക്ക് ചെല്ലിയത്, എത്ര ഖത്മുൽ ഖുർആനാണ് ചെയ്തത്. ഇവർക്കാരാ ചെയ്യാനുള്ളത്? ഇവർക്ക് ചെയ്തതും ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഖുർആൻ ഓതിയത് നമ്മൾ തന്നെ, നമ്മളെ മദ്രസയത് നമ്മളെ പരസ്യം കൊടുത്തത് കൊണ്ട് ഓതി. അല്ലാതെ ഇവർക്കാരാ ഓതാൻ? ഇവർ ഓതിയിട്ടെന്താ ഫലം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗീബത്തും മീമത്തും പറയുന്ന നാവ് കൊണ്ട് ഓതിയിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് സുബ്ഹാനല്ലാഹ് എത്ര ജനങ്ങൾ ഖുർആൻ ഓതി മരണപ്പെട്ട ദിവസം. എന്താണ് അവിടുത്തെ ഹിന്ദുക്കളടക്കം അവിടുത്തെ ക്രൈസ്തവരടക്കം എല്ലാ ആളുകളും RSSും BJP സർവ്വ ആളുകളും ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുത്തു. കാറുകൾ വെക്കാൻ സ്ഥലം കൊടുത്തു, ഒന്നുകൊടുത്ത് നിസ്കരിക്കാൻ വെള്ളം കൊടുത്തു. ഇങ്ങനെ താജുൽ ഉലമയെ അവിടുത്തെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കുന്നു. പക്ഷേ അല്ലാഹു അഅലം, കാസർകോട്ട് പീടിക ഉദ്ഘാടനത്തിന് വേണ്ടി കാസർകോട്ടും മംഗലാപുരത്തും ഒരു കട ഉദ്ഘാടനമുണ്ടെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി മലപ്പുറം ജില്ലന്റെ അങ്ങേ അറ്റത്തു നിന്ന് കാറുമായി വരുന്ന ഒരൊറ്റ നേതാവിനും താജുൽ ഉലമയുടെ വീട്ടിൽ പോകാൻ സാധിച്ചില്ല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ ഞാനും അതുപോലെ ഞങ്ങളുടെ സംഘടനയുടെ എല്ലാ ആളുകളും അവിടെ പോവുകയും മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, താജുൽ ഉലമയോട് എന്തിനാണ് നിങ്ങൾ ഇത്ര വെറുപ്പ് കാണിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഏതായാലും അതൊരു കൂട്ടര് വെറുപ്പ് കാണിച്ചാലും ലോകത്ത് മുഅ്മിനീങ്ങളുണ്ട്, അവര് മുഴുവനും അതാ നിസ്കരിക്കുന്നു. പരിശുദ്ധ മക്കയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് മാലിക്കി തങ്ങളുടെ നേതൃത്വത്തില് താജുൽ ഉലമക്ക് ജനാസ നിസ്കാരം നടക്കുകയാണ്. മദീന മുനവ്വറയില് സയ്യിദ് മുഹമ്മദ് അബ്ഖാൻ തങ്ങളുടെയും അതുപോലെ ഫരീദ് മൈമനിയുടെയും നേതൃത്വത്തിൽ ജനാസ നിസ്കാരം നടക്കുകയാണ്. അതുപോലെ ഈജിപ്തിലും മറ്റ് അറബ് രാജ്യങ്ങളിലുമെല്ലാം താജുൽ ഉലമക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടക്കുകയാണ്. കേരളീയരുള്ള എല്ലാ സ്ഥലത്തും നടക്കുകയാണ്. അങ്ങനെ ലക്ഷങ്ങൾ താജുൽ ഉലമക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചു, ലക്ഷങ്ങൾ ഖുർആൻ ഓതി, ഖത്മുൽ ഖുർആൻ ചെയ്തു, കോടാനകോടി തഹ്ലീലുകൾ ചൊല്ലി. ഇൻഷാ അല്ലാഹ് ഇനി ഇതാ 12-ാം തീയതി തങ്ങളുടെ വഫാത്ത് മുതൽ 40 ദിവസം തികയുന്ന ദിവസം എട്ടിക്കുളത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിലും അവിടുത്തെ ഖത്ം ദുആയിലും 10,000 പങ്കെടുക്കുകയാണ്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. അതാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടുത്തെ മഖ്ബറ അത് കെട്ടി പടുക്കുകയും അവിടെ ഖുബ്ബ ഉണ്ടാക്കുകയും അവിടെ ഇബാദത്തിന് സൗകര്യം, ഖുർആൻ ഓതാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാൻ ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഭൂമി വാങ്ങി താജുൽ ഉലമ നേരത്തെ തന്നെ തുടങ്ങി വെച്ച ആ സ്ഥാപനം അത് ശക്തിപ്പെടുത്താൻ മുഅ്മിനീങ്ങൾ ഇതാ തയ്യാറായി വരികയാണ്. നിങ്ങളെല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അതുപോലെ 6-ാം തീയതി ഉള്ളാൾ ദർഗാ ശരീഫിൽ വെച്ച് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മകൻ സയ്യിദ് ഫളിൽ കോയമ്പത്തങ്ങൾ കൂറ തങ്ങളവറുകളെ ഖാളിയായി അവിടെ ജനങ്ങൾ സ്വീകരിക്കുകയാണ്. അല്ലാഹു തആല അതെല്ലാം തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അതാ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് അവിടെ അങ്ങ് അവരും ഖാളിയായി താങ്ങി നിൽക്കുകയാണ്. അങ്ങ്
ഉലമാക്കളെല്ലാം ജനങ്ങൾ എല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ പിന്നിൽ അണിനിരക്കുന്നു. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളാരും ആക്ഷേപവും കുറ്റവും പറയുന്ന കൂട്ടത്തിൽ പോകാതെ പടച്ച റബ്ബിനെ ഭയപ്പെടണം കേട്ടോ. ആരും അഹങ്കരിച്ചു പോകല്ല കേട്ടോ. അല്ലാഹു തആല നമ്മളെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഓതിയ ഖുർആൻ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. താജുൽ ഉലമാ യാ താജുൽ ഉലമാ إنك ترى أحوالنا ونحن نحبك يا تاج العلماء. താജുൽ ഉലമാ തങ്ങളവர்களെ, അവിടുത്തെ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും പ്രിയം വെക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് ഉണ്ടാവേണമേ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു, അതുപോലെ തുടങ്ങിയ മഹാന്മാരായ അഖ്താബുൽ അർബഅത്ത്, അല്ലെങ്കിൽ അൽ അഖ്താബുൽ അർബഅത്ത്, അൽ അഖ്താബു സിത്തത്ത്, അവരെല്ലാവരും കാണിച്ചു തന്ന വഴി അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി, അതാണ് സ്വഹാബത്തിന്റെ വഴി, അതാണ് താബിഈങ്ങളെ വഴി. അത് മുറുകെ പിടിക്കാൻ നിങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാവുക. നമുക്കാരോടും മറുപടി പറയാനുള്ള നേരമില്ല. ആരെയും ചീത്ത പറയാൻ നമ്മൾ ഇഷ്ടപ്പെടൂല. ഒരു മനുഷ്യനെയും നിസ്സാരപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറില്ല കേട്ടോ. നിങ്ങൾ എന്ത് പറയിപ്പിച്ചാലും ഞങ്ങൾ അത് പറഞ്ഞു കിട്ടുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. അങ്ങനെ ഒരു ധാരണയുണ്ട്. കുറെ പറയുമ്പോ ഞങ്ങളും അത് പറഞ്ഞു കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങളെ അങ്ങോട്ട് കിട്ടൂല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. മഹാന്മാരായ സ്വഹാബത്ത്, താബീഉകൾ, അയിമ്മത്ത്, മുജ്തഹിദുകൾ അവര് പഠിപ്പിച്ചതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ മുറുകെ പിടിച്ചോ. വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു മിൻ തൽഖാഹിൽ റുസുദു ഫീ ആജാമിഹാ തജ്മീ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട്, അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ട്, അവിടുത്തെ പ്രശംസിച്ചുകൊണ്ട്, അതിന്റെ പേരിൽ കിട്ടുന്ന സഹായം വരുമ്പോൾ സിംഹങ്ങളും കരടികളും ചാടി വന്നാലും ഒരു പേടിയും പേടിക്കണ്ട. അതല്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തന്റെ വീട്ടിൽ വെച്ച് യാ അസദ് തആൽ, കാട്ടിലുള്ള സിംഹത്തെ വിളിക്കുകയാണ്. കാട്ടിലുള്ള സിംഹത്തെ വിളിക്കുകയാണ്. ആ സമയത്ത് സ്വന്തം വീട്ടിന്റെ മുമ്പിലേക്ക് കാട്ടിൽ നിന്ന് പുലികൾ ഓടി വന്ന് മുട്ടുകുത്തി അവിടെ ഇരുന്നു കൊടുത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പുറത്ത് കയറ്റി അവിടത്തേക്ക് പോകാനുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി തിരിച്ച് വീട്ടിലിറക്കി കൊടുത്ത സംഭവം ഹദീസിന്റെ കിതാബുകളിലില്ലേ? എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വെച്ചത് കൊണ്ടാണ് കേട്ടോ. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ഇത്തിബാഅ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, കാരണവന്മാരെ, നിങ്ങളെല്ലാവരും നമ്മുടെ പൂർവികന്മാര് പഠിപ്പിച്ചു തന്ന മാതൃക അത് സ്വീകരിക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഭിന്നിച്ച സമയത്ത് അത് ഒന്നാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മർഹൂം KS അബ്ദുള്ള സാഹിബ് കാസർകോട്ടുകാരനാണ് 10 പ്രാവശ്യം മർക്കസിൽ വന്നു, 15 പ്രാവശ്യം പാണക്കാട്ട് പോയി. അവസാനം മാസങ്ങളോളം നടന്നിട്ട് മഹാനവറുകൾ വന്ന് പറഞ്ഞു, ഉസ്താദ് എന്റെ പരിശ്രമം ഫലപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അല്ലാഹു തആല പ്രതിഫലം തരാൻ ദ്വാരക്കണമെന്ന് KS അബ്ദുള്ള സാഹിബ് പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗ്ഗതൊപ്പാക്കി കൊടുക്കുമാറാകട്ടെ.
അങ്ങനത്തെ വലിയ വലിയ മഹാന്മാർ മഹൽ വ്യക്തികളെല്ലാം ഉത്സാഹിച്ചിട്ടുണ്ട്. നടക്കാത്തത് ഞങ്ങളെ കുറ്റമല്ല, ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാസിസത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ ഇവിടെ ഒന്നിക്കേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടണം. അപ്രകാരം സോളിഡാരിറ്റി എന്ന് പേരും കൊടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആക്രമിക്കാൻ നടക്കുന്ന, മുസ്ലിമീങ്ങളെ താപനത്തിൽ കയ്യേറാൻ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ യുവ രാഷ്ട്രീയ സംഘടന, ആ സംഘടന ഇവിടെ ഫിത്നയുണ്ടാക്കുമ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒന്നിക്കേണ്ടത് ആവശ്യമാണ്. സൗകര്യമുള്ളവർ വരുക, ഞങ്ങളതിന് തയ്യാറ് തന്നെ. നൂറുൽ ഉലമ പ്രഖ്യാപിച്ചപ്പോഴാണ് ഹാലളകിയത്. ഞാനും നൂറുൽ ഉലമ എന്റെ പ്രസിഡന്റാണ്, ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് നൂറുൽ ഉലമ പറഞ്ഞ അതേ പ്രഖ്യാപനം തന്നെ ഞാനും പ്രഖ്യാപിക്കുന്നു. സുന്നത്ത് ജമാഅത്ത് എപ്പോഴും ഐക്യത്തിന് അനുകൂലമാണ്, ഒരുക്കമാണ്. ഭിന്നിപ്പിന് ഒരിക്കലും ഞങ്ങൾ പ്രവർത്തിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. സമയം 10 മണിയാകുന്നു, അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. حسبي ربي جل الله، ما في قلبي غير الله، روح القلب ذكر الله، لا إله إلا الله. حسبي ربي جل الله، ما في قلبي غير الله، روح القلب ذكر الله، لا إله إلا 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 الله إلا الله، لا إله إلا الله، لا إله إلا الله، إله إلا الله، لا إله إلا الله، لا إله إلا الله، إله إلا الله، لا إله إلا الله، لا إله إلا الله، إله إلا الله، لا إله إلا الله، لا إلا الله، لا إله إلا الله، إلا الله، لا إله 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 إلا الله، إلا الله، لا إله 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 إلا الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل ثواب ما قرأناه وما خللناه إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم، وإلى حضرات جميع الأنبياء والأولياء والصالحين، خصوصا إلى حضرة تاج العلماء السيد عبد الرحمن البخاري رحمه الله، وإلى حضرات آبائنا وأمهاتنا وجميع المؤمنين والمؤمنات. اللهم اجمع بيننا وبينهم في دار السلام. اللهم اجعل القرآن شفيعا لنا عندك يا أرحم الراحمين. اللهم ارفع درجة تاج العلماء، اللهم ارفع درجته. اللهم اجعل قبره روضة من رياض الجنة. اللهم اجعله من الذين يشفع له القرآن، ومن الذين يرى الحبيب صلى الله عليه وسلم في قبره يا أرحم الراحمين.